എടുക്കുന്നുണ്ടോ നോക്കാം. ശ്വാസം എടുക്കുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ 2 തട്ട് തട്ടിയപ്പോൾ അയാൾക്ക് ബോധം പോയതാണ്. അയാൾ പെട്ടെന്നുള്ള ആ ആഘാതത്തിൽ അയാളുടെ ബോധം നഷ്ടപ്പെട്ടതാണ്. അപ്പം അയാൾ പ്രതികരിക്കാൻ തുടങ്ങി എന്താ, ഒന്നും ചെയ്യണ്ട, പ്രതികരിക്കാൻ തുടങ്ങി. അയാളെ ചെരിച്ചു കിടത്തുക. അയാളെ ചെരിച്ചു കിടത്തുന്നത് എന്തിനാണ്? ചിലപ്പോൾ അയാൾ ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അയാൾ ആക്സിഡന്റ് പറ്റിയൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ അയാളുടെ വായയുടെ ഉള്ളിൽ രക്തം ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അത് ഉള്ളിൽ പോയി ശ്വാസകോശത്തിൽ കയറാൻ സാധ്യത. അപ്പൊ അവരെ ചെരിച്ചു കിടത്തി അവരെ നിരീക്ഷിക്കാം. ഇനി അതല്ല, ആ വ്യക്തി പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാ? സാർ ആദ്യം തുടങ്ങി. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ ഹെൽപ്പിന് വിളിക്കണ്ടേ? നിങ്ങൾ സഹായത്തിന് വേണ്ടി ആദ്യം ഹെൽപ്പിന് വേണ്ടിയിട്ട് ശബ്ദിക്കണം. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിക്കില്ല അത് ചെയ്യാൻ. അപ്പൊ ഹെൽപ്പിന് വേണ്ടി ആദ്യം വിളിക്കണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി നമ്പർ 108 അല്ലെങ്കിൽ എമർജൻസി ആംബുലൻസ് നമ്പർ എന്തുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഫോണ് ലൗഡ് സ്പീക്കറിൽ ഇട്ട് വെക്കുക. നിങ്ങൾ ആ ഫോണിൽ സംസാരിക്കാൻ നിൽക്കരുത്, സമയം കളയരുത്. അത് ലൗഡ് സ്പീക്കറിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താ, എവിടെയാണ് ഇത് സംഭവിച്ചത്, ആർക്കാണ് സംഭവിച്ചത്, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ വിവരിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുക, ആരംഭിക്കുക, നെഞ്ചമർത്തൽ ആരംഭിക്കുക. അപ്പം ഏറ്റവും കൃത്യതയിൽ എത്രയും നേരത്തെ CPR ആരംഭിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജീവൻ രക്ഷ. പഠനപ്രകാരം 10 മിനിറ്റ് ഒരാൾ കുഴഞ്ഞു വീണ് 10 മിനിറ്റിന്റെ ഉള്ളിൽ വളരെ കൃത്യതയിൽ CPR ആരംഭിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെയാ കൊടുക്കേണ്ടതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ? എവിടെയാ കൊടുക്കേണ്ടത്, എങ്ങനെയാ കൊടുക്കേണ്ടത്, ഏത് തരത്തിലാ കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ മാറലിന്റെ ഏറ്റവും താഴെ ഈ സ്റ്റേണം അല്ലെ, ഈ മാറലിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിന്റെ 2 വിരൽ മുകളിൽ, ഈ മാറലിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിന്റെ 2 വിരൽ മുകളിൽ ഒരു കൈയുടെ ഉപ്പൂറ്റി കുത്തിവെക്കുക. മറ്റേ കൈയുടെ ഉപ്പൂറ്റി അതിന്റെ മറ്റേ കൈയുടെ മുകളിൽ വെക്കുക. എന്നിട്ട് വിരല് പിണഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മുടെ കൈമുട്ട് നേരെ ആയിരിക്കണം. ഇത് ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ കൈമുട്ട് നേരെ ആയിരിക്കണം. അതുപോലെ അവരുടെ ഷോൾഡർ ഈ വ്യക്തിയുടെ മുകളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതാണ് പൊസിഷൻ. അപ്പം ഇങ്ങനെ പൊസിഷൻ ഉണ്ട്. ഷോൾഡർ രണ്ട് എൽബോ, കൈമുട്ട് രണ്ടും നേരെ ആയിരിക്കണം. ഷോൾഡർ വ്യക്തിമിന്റെ മുകളിലായിരിക്കണം. എന്നിട്ട് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. കംപ്രഷൻസ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5 സെന്റിമീറ്റർ ഡെപ്തിലാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ ഡെപ്തിൽ അല്ലെ? അപ്പൊ 5 സെന്റിമീറ്റർ ഡെപ്തിൽ കംപ്രഷൻ അമർത്തിയതിനു ശേഷം അത് തിരിച്ച് പഴയ രീതിയിലേക്ക് എത്താൻ സമയം നൽകണം. അതായത് ഒരു കംപ്രഷൻ അമർത്തി തിരിച്ച് പഴയ രീതിയിലേക്ക് എത്താൻ സമയം നൽകണം. അങ്ങനെ ആ രീതിയിൽ 120 കംപ്രഷൻസ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 120 കംപ്രഷൻസ് എന്ന വേഗത്തിൽ നമ്മൾ കംപ്രഷൻസ് നൽകണം. അപ്പൊ എത്ര കംപ്രഷൻസ് നൽകണം? 30 കംപ്രഷൻസ് നൽകണം. 30 കംപ്രഷൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4 5 6 7 8 9 10 15 20 22 23 24 25 29 30 അങ്ങനെ 30 കംപ്രഷൻസ് നമ്മൾ നൽകണം. അപ്പം 5 സെന്റിമീറ്റർ ഡെപ്തിൽ 120 പെർ മിനിറ്റ് രീതിയിൽ റേറ്റിൽ നമ്മൾ കംപ്രഷൻസ് വളരെ നീറ്റായിട്ട് നൽകാൻ പറ്റണം. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ? അയാൾ ശ്വാസം എടുക്കുന്നില്ല, നമുക്ക് കൃത്രിമ ശ്വാസം വേണമെങ്കിൽ കൃത്രിമ ശ്വാസം നൽകാം. അപ്പൊ 1 സെക്കൻഡ് ദൈർഘ്യത്തിലുള്ള 2 ശ്വാസം നമുക്ക് അവർക്ക് വായ വഴി അല്ലെ? നമുക്ക് അവിടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പൊ വായ വഴി നമുക്ക് 2 ബ്രത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ 30 കംപ്രഷൻസും 2 ബ്രത്തുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ 30 കംപ്രഷൻസ് കൊടുക്കാൻ എത്ര സമയം എടുക്കും? 15 സെക്കൻഡ്. 2 ബ്രത്ത് കൊടുക്കാൻ, ശ്വാസം കൊടുക്കാൻ 2 സെക്കൻഡ്. അപ്പൊ ഈ സൈക്കിൾ 5 സൈക്കിൾ നിങ്ങൾ ചെയ്യണം. 5 സൈക്കിൾ. അപ്പൊ 30 കംപ്രഷൻസ് 2 ബ്രത്ത്, അത് കഴിഞ്ഞ് 30 കംപ്രഷൻസ് 2 ബ്രത്ത്, അങ്ങനെ 5 സൈക്കിൾ നിങ്ങൾ നൽകാൻ സാധിക്കണം. അപ്പൊ ആ 5 അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുശേഷം എന്ത് ചെയ്യണം? നൽകിയതിനു ശേഷം നിങ്ങൾ ഈ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ നോക്കണം അല്ലെ? നമ്മൾ CPR കൊടുത്തോണ്ട് മാത്രം പോരാ, അവര് പ്രതികരിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പൊ പിന്നെയും തട്ടി നോക്കി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവരെ ചെരിച്ചു കടത്തുക, അവരെ നിരീക്ഷിക്കുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെയും CPR കണ്ടിന്യൂ ചെയ്യുക. അപ്പം അത് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ സഹായത്തിന് വേണ്ടിയിട്ട് ഉച്ചത്തിൽ പറയണം. കാരണം എന്താ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. 5 സൈക്കിളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആദ്യമേ പറയാം. അപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈമാറാം, ഒരാളായിട്ട്
കൈമാറാൻ പറ്റും. അപ്പൊ എഫക്റ്റീവായിട്ട് CPR കൊടുക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇനി നിങ്ങൾ ഇതുപോലെ CPR കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു വ്യക്തി വന്നു, അപ്പം സഹായത്തിന് വേറൊരാൾ വന്നു. നിങ്ങൾ നേരത്തെ ഫോണിൽ വിളിച്ചു പറഞ്ഞു വേറൊരു വ്യക്തി വന്നു. അപ്പൊ ആ വ്യക്തി വന്നിട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അപ്പം നിങ്ങൾ CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടാമത് വന്ന ആൾക്ക് ഇത് ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന് രണ്ട് പാഡ്സ്. അപ്പൊ ഈ 2 പാഡ്സിൽ നിങ്ങൾ അതിന്റെ മുകളിൽ തന്നെ വരച്ചിട്ടുണ്ട് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പൊ അതിൽ ഒരു പാഡ് ഈ പാഡ് വലതേ വശത്തെ തോളലിന്റെ താഴെ മാറലിന്റെ വലതുവശത്തായിട്ട് അത് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റി ഇവിടെ ഒട്ടിക്കാൻ പറ്റും. രണ്ടാമത്തെ പാഡ് ഇത് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാഡ് ഇടതുവശത്തെ കക്ഷത്തിന്റെ താഴെയായിട്ട് 5 സെന്റിമീറ്റർ താഴെയായിട്ട് അതും ഇവിടെ ഒട്ടിക്കാൻ പറ്റും. അപ്പം ഒരു വ്യക്തി CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ ഇവിടെ CPR കൊടുത്തോണ്ടിരിക്കുകയാണ്, വേറൊരാളാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഒട്ടിച്ചോണ്ടിരിക്കുമ്പോഴും CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും CPR നിർത്താൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യണം? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആള് ഇത് ഓൺ ചെയ്യണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ വളരെ സിമ്പിളാണ്. ഇതിലാകെ 1, 2, 3 സ്വിച്ചുകളേ ഉള്ളൂ. അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ അത് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പാഡ് ആദ്യം കണക്ട് ചെയ്തു, അത് ഓൺ ചെയ്യുമ്പോൾ മെഷീൻ എന്ത് ചെയ്തു? മെഷീൻ അനലൈസ് ചെയ്യും. ഹാർട്ടിന്റെ മിടിപ്പ് ഷോക്ക് കൊടുക്കേണ്ട മിടിപ്പാണോ കൊടുക്കണ്ടേന്ന് മെഷീൻ തീരുമാനിക്കും. അപ്പം ആ സമയത്ത് മെഷീൻ അനലൈസ് ചെയ്യണ സമയത്ത് നമ്മൾ പേഷ്യന്റിനെ തൊടാൻ പാടില്ല. അതുവരെ CPR കൊടുക്കുക. ഒട്ടിക്കുന്നത് വരെയും CPR കൊടുത്തോണ്ടിരിക്കുക. ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തൊടാൻ പാടില്ല. അപ്പൊ അത് ഹാർട്ട് ഇപ്പൊ നിങ്ങൾ കേട്ടോ, Analyzing heart rhythm. Heart rhythm analyze ചെയ്യുക. Do not touch the patient. Shock advised. ഷോക്ക് കൊടുക്കുക. അപ്പൊ ഷോക്ക് കൊടുക്കാൻ പറഞ്ഞു മെഷീൻ. അപ്പൊ നമ്മൾ ഓറഞ്ച് ബട്ടൺ ഷോക്ക് ഡെലിവേർഡ്, ഇത്രേ ഉള്ളൂ CPR. അപ്പം ഇത് ഷോക്ക് കൊടുത്ത ഉടനെ നമ്മൾ CPR പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം പാഡ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഓൺ ചെയ്യുക. ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യും. ഈ മെഷീൻ ഹാർട്ടിന്റെ മിടിപ്പ് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊടാൻ പാടില്ല, പേഷ്യന്റിനെ തൊടാൻ പാടില്ല. അനലൈസ് ചെയ്തിട്ട് പറയും അത് ഷോക്ക് കൊടുക്കേണ്ടതാണോ കൊടുക്കേണ്ടതല്ലേന്ന്. ഷോക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ മെഷീൻ പറയും ഷോക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ബട്ടൺ അമർത്താം. അപ്പൊ അത് തന്നെ മെഷീൻ ഷോക്ക് കൊടുക്കും. ഷോക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ CPR കണ്ടിന്യൂ ചെയ്യണം. ഈ മെഷീൻ ഈ പാഡ്സ് കണക്ട് ചെയ്തിരിക്കുന്ന സമയം വരെ എന്തുണ്ടാവും? അത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ 2 മിനിറ്റും മെഷീൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഷോക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ. അപ്പം അതിനിടയിൽ നമുക്ക് ആൾക്ക് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നിർത്താം. പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ മെഷീൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ ഷോക്ക് കൊടുക്കാൻ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഓരോ 2 മിനിറ്റും നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അത് വേണ്ട, ഇത് ബാക്കിൽ ബാറ്ററി ഉള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയസ്തംഭനം ഉണ്ടാവുന്നതിൽ 90% കാരണം ഹാർട്ടിന്റെ മിടിപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. അപ്പൊ അതിന് ഒരു ഷോക്ക് കൊടുത്താൽ മതി. ഒറ്റൊരു ഷോക്ക് കൊടുത്താൽ തന്നെ ആ ഹാർട്ടിന്റെ മിടിപ്പ് ശരിയാവും. അപ്പൊ ആദ്യത്തെ 1 മിനിറ്റ് ആണ് നിങ്ങൾ ഷോക്ക്, അതായത് ഒരാൾ കുഴഞ്ഞു വീണ് ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 1 മിനിറ്റിൽ നിങ്ങൾ ഷോക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ 90% അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിൽ ഓരോ മിനിറ്റും വഴുകുന്നോറും 10% കുറഞ്ഞുകൊണ്ടിരിക്കും.
ആളെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള. അപ്പം ഒരു സിംഗിൾ ഷോക്ക് കൊടുക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പം ഇതിന് നിങ്ങൾ വൈദ്യസഹായം, മെഡിക്കൽ ആൾക്കാരുടെ സഹായം വേണ്ട. സാധാരണ എന്താ ഉണ്ടാവുക, സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ ആംബുലൻസ് വരാൻ വേണ്ടി കാത്തിക്കണം അല്ലെ. ഷോക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സിനിമ കണ്ട പോലത്തെ ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ട് ഷോക്ക് കൊടുക്കണമെങ്കിൽ വൈദ്യസഹായം, ആംബുലൻസ് വരണം, അവര് വരണം. അതിന് ഈ പറഞ്ഞ പോലെ കണക്ഷൻ വേണം, ആളെ ആംബുലൻസിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം ഷോക്ക്. ആ സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്, അത്രയും സമയം നഷ്ടപ്പെടുകയാണ്. ഇത് അത്രയും സമയം നഷ്ടപ്പെടുന്നില്ല. അതുകൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്ററിന്റെ ഉപയോഗം. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും, ഇത് എല്ലാ പബ്ലിക് സ്പേസസിലും നിങ്ങൾക്ക് കാണുന്നതാണ്. ഇത് നിങ്ങൾ എയർപോർട്ടിൽ പോയാൽ, നമ്മളിപ്പോ കാലിക്കറ്റ് എയർപോർട്ടിൽ പോയാൽ അതവിടെ ചില്ലിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചില്ലിട്ട് വെച്ചിട്ട് കാര്യമില്ല അല്ലെ, അത് ഉപയോഗിക്കാൻ അറിയണം. അപ്പോ അതാണ് അതിന്റെ അത്യാവശ്യം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് എങ്ങനെ ഉപയോഗിക്കണം. അപ്പം CPR കൊടുക്കാനും ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കാനുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്നാലേ മാത്രമേ നമുക്ക് ഇപ്പൊ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന രീതിയിൽ ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ ഡെമോ ചെയ്യാം, രണ്ടുപേരും ഡെമോ ചെയ്താലോ?